നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഭൂമിയെക്കുറിച്ചും ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചും സംരംഭകത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ കൊച്ചിയിൽ നടക്കും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടി ജെയിൻ സർവകലാശാലയാണ് സംഘടിപ്പിക്കുന്നത്. ഉച്ചകോടിയിൽ സാധാരണക്കാർക്ക് മുതൽ വ്യവസായികൾക്ക് വരെ പങ്കെടുക്കാം. കേരളം ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ മാസം 25 മുതൽ ഫെബ്രുവരി 1 വരെ ജെയിൻ യൂണിവേഴ്സിറ്റി ആതിഥ്യം വഹിക്കുന്ന ഫ്യൂച്ചർ കേരളയാണ് അതിനുള്ള വേദി. സമ്മിറ്റിന് വരുന്ന ആൾക്കാർക്ക് പല ഇൻട്രസ്റ്റ് ആയിരിക്കും. ടെക്നോളജി ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, ചിലർ കൾച്ചർ ആയിരിക്കാം, ചിലർ ഫുഡ് ആയിരിക്കാം, ഇന്നോവേഷൻ ആയിരിക്കാം, അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരായിരിക്കാം വരുന്നത്. അപ്പോൾ അവരെ നിങ്ങൾ എങ്ങനെയായിരിക്കും അഡ്രസ് ചെയ്യുന്നത്? 7 ട്രാക്കുകളിലായിട്ടാണ് കംപ്ലീറ്റ് ഈ സമ്മിറ്റും ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡേ 1 എന്ന് പറഞ്ഞ എഡ്യൂക്കേഷനാണ്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചും ഫ്യൂച്ചർ എഡ്യൂക്കേഷനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഡേ 2 എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. ടെക്നോളജി ഫോർ ഓൾ എന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ ടെക്നോളജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഡേ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എർത്തിനെ കുറിച്ച്, എർത്ത് സമ്മിറ്റാണ്. അവിടെ നമുക്ക് എൻവയോൺമെന്റിനെ കുറിച്ചും ക്ലൈമറ്റ് ആക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ റിന്യൂവബിൾ എനർജിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 4 എന്ന് പറയുന്നത് നമുക്ക് ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചും ഇന്നോവേഷനെ കുറിച്ചും, അത് ബിസിനസ് എന്റർപ്രൈസിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ബിസിനസ് വേൾഡിൽ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രിയേറ്റീവ് സമ്മിറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്റർടൈൻമെന്റ്, മീഡിയ, ജേർണലിസം, അതുപോലെ തന്നെ ഡിസൈൻ, ആർക്കിടെക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അത് നമുക്കൊരു ഫ്യൂച്ചർ ഗ്രീൻ സമ്മിറ്റ് ഉണ്ട്. അവിടെ നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും സസ്റ്റൈനബിലിറ്റി, നമ്മുടെ ഒരു ഫ്യൂച്ചർ ഇന്ത്യസ് ടുമോറോ അല്ലെങ്കിൽ യങ് ജനറേഷനെ എങ്ങനെ ഒരു പൊളിറ്റിക്സിലേക്ക് വരുന്ന യങ് ജനറേഷൻ്റെ സാധ്യതകൾ, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലേഴ്സ് പങ്കെടുക്കുന്ന ഒരു പാനൽ. അതിനകത്ത് നമ്മൾ പറയുന്നത് ഒരു ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി, ക്രിയേറ്റിംഗ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ദ ഫ്യൂച്ചർ. നമ്മൾ എങ്ങനെ നമ്മളൊരു ഫ്യൂച്ചർ ജനറേഷനെ അല്ലെങ്കിൽ ഒരു ടാലൻറ്റ് പൂളിനെ പ്രൊഡ്യൂസ് ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് ബിൽഡ് ചെയ്യാം, എങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്യും. ഒരു കൂലി വേല എടുക്കുന്ന ആൾ മുതൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി ജോലി ചെയ്യുന്ന ആൾ വരെ സമ്മിറ്റിലേക്ക് എത്തണം. അവർക്കെല്ലാം വേണ്ടിയുള്ള പഠിക്കാനും കാണാനും കേൾക്കാനും പറ്റിയ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമുക്കൊരു ഒരു റോബോട്ടിക് എക്സ്പോ ഉണ്ട്. റോബോട്ടിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്കതിനകത്ത് ടെസ്ല കാർ വരുന്നുണ്ട്, ടെസ്ലയുടെ എക്സ് മോഡൽ കാർ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പിക്ചറിൽ കാണുന്ന, വീഡിയോയിൽ കാണാനല്ല, നേരിട്ട് കണ്ടിട്ടില്ല. അതുപോലെ നമുക്ക് സ്റ്റുഡൻറ്റ് ബിനാലെ എന്ന് പറഞ്ഞ് നമ്മൾ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് ഒരു ബിനാലെ നമ്മളിതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ ISROയുടെ സ്പേസ് ഓൺ വീൽസ് എന്നൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതുപോലെ 7 ദിവസം നമുക്ക് എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. 7 ദിവസവും ഇന്ത്യയിലെ തന്നെ അർമാൻ മാലിക്കൊക്കെ ആദ്യമായിട്ടാണ് കേരളത്തിൽ പെർഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ചായ്മ ടോസ്റ്റ്, അതുപോലെ മസാല കോഫി, അങ്ങനെ കുറേ നല്ല ബാൻഡുകൾ, ഇതൊക്കെ പെർഫോം ചെയ്യും. സമ്മിറ്റിന് വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ആ മേഖലയിലുള്ള സാധ്യതകളെ തിരിച്ചറിയാനും അതിനുള്ള ഒരു വഴികാട്ടിയാകാനും ഈ സമ്മിറ്റ് ഉപകരിക്കും. ഉറപ്പായിട്ടും. എല്ലാവർക്കും വേണ്ടിയല്ല, എന്നാൽ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും സമ്മിറ്റിനകത്തുണ്ട്. നമ്മൾ പറയും ഇന്ന് നാളെ, നാളെ ഇന്ന്. ഇന്നും നമ്മൾ നാളെക്കുറിച്ച് പറയുന്നു, ആ നാളെ ഇന്നാണെന്നാണ് നമ്മൾ ഈ സമ്മിറ്റിലൂടെ വളരെ വ്യക്തമായിട്ട് കൺവേ ചെയ്യുന്നത്.